കുഞ്ഞിച്ചോമിനസാൻ വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സോളോ ലെവലിംഗ് സീസൺ 4 എപ്പിസോഡ് 12 ആണ്. അഥവാ ചാപ്റ്റേഴ്സ് അല്ല, 176ഉം 177ആണ്. പിന്നെ ഒരു കാര്യം, ഇത് സോളോ ലെവലിംഗിന്റെ സീസൺ 4 സെക്കൻഡ് ലാസ്റ്റ് എപ്പിസോഡാണ്. പിന്നെ എല്ലാവരോടും ഒരു റിക്വസ്റ്റ് ഉണ്ട്, നമ്മുടെ സെക്കൻഡറി ചാനലിലെ ലിങ്ക് ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. എല്ലാവരും ഇപ്പം തന്നെ കയറി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം. കാര്യം ഈ ഒരു ചാനലിൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ചാനലായിരിക്കും ബാക്കിയുള്ള വീഡിയോസ് ഒക്കെ ഇടാൻ പോകുന്നത്. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അങ്ങനെ ചാപ്റ്റർ തുടങ്ങുന്ന നേരത്ത് അവർ രണ്ടുപേരും അങ്ങനെ നേർക്ക് നേർ നിൽക്കുവാണ്. പെട്ടെന്നായിരുന്നു നമ്മുടെ ഡ്രാഗൺ കിങ് പുള്ളിക്കൻ്റെ കൈ കൊണ്ട് നമ്മുടെ ജിനുവിനെ അറ്റാക്ക് ചെയ്യാൻ വന്നത്. പക്ഷെ ജിനുവായിട്ട് അത് സക്സസ്ഫുള്ളി ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ മറ്റൊരു കൈ കൊണ്ട് ഡ്രാഗൺ കിങ്ങിൻ്റെ മുഖത്ത് തന്നെ ഒരു പഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ ആ പഞ്ചിന് വലിയ ആഘാതമൊന്നും കൊടുക്കാൻ സാധിച്ചില്ല. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ തിരിച്ച് ജിന്നുവിൻ്റെ നേരെ വന്ന് അവൻ്റെ ശരീരത്തിൽ കയറി കടിക്കുന്നുണ്ട്. എന്നിട്ട് അവനെ ഉയർത്തിയെടുത്ത് ദൂരേക്ക് എറിയുന്നുമുണ്ട്. ദൂരെ സ്ഥലത്തേക്ക് ജിന്നു ഒന്ന് വീണിട്ടുണ്ട്. പക്ഷേ പുള്ളിക്കാരൻ അവിടുന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പ് തന്നെ അവനെ തേടി ഒരു അറ്റാക്ക് വന്നിരുന്നു. ജിന്നുവാട്ടെ അത് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ടെങ്കിൽ കൂടിയും പുള്ളിക്കാരൻ്റെ ലെഫ്റ്റ് ഹാൻഡ് പൂർണ്ണമായിട്ടും അവിടെ നശിച്ചു പോയിരുന്നു. എന്നാൽ അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ്റെ റൈറ്റ് ഹാൻഡിൽ ഒരു സോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഡ്രാഗൺ കിങ്ങിൻ്റെ നേരെ ഓടുവാണ്. ഡ്രാഗൺ കിങ്ങും ഇവൻ്റെ നേരെ ഒരു അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ജിന്നു അത് സക്സസ്ഫുള്ളി തന്നെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ബ്ലോക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ അവൻ്റെ അറ്റാക്ക് മുറിച്ചുകൊണ്ട് ഡ്രാഗൺ കിങ്ങിന് നേരെ ഒരു അറ്റാക്കും ചെയ്യും. ആ ഒരു അറ്റാക്കിന് ചെറിയൊരു ഡാമേജ് കൊടുക്കാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അടുത്ത സെക്കൻഡ് പുള്ളിക്കാരൻ വാല് യൂസ് ചെയ്ത് ജിനുവിനെ അടിച്ച് ദൂരത്തേക്ക് വിടുന്നുണ്ട്. ദൂരത്തേക്ക് തീർച്ചയായ ടൈമിൽ തന്നെ ഡ്രാഗൺ കിങ് മുകളിലേക്ക് പറന്നു വരും. എന്നിട്ട് മുകളിൽ ചെന്നിട്ട് ഒരു ഡ്രാഗൺ ബ്രത്തിന് പകരം 4 സൈമൾട്ടേനിയസ്ലി ജിനുവിനെ നേരെ യൂസ് ചെയ്യുന്നുണ്ട്. അവിടെ ഒരു വലിയൊരു എക്സ്പ്ലോഷൻ തന്നെ സംഭവിക്കും. പക്ഷേ അപ്പോഴാണ് പുള്ളിക്കാരൻ ആ ഒരു കാര്യം ശ്രദ്ധിച്ചത്, എന്തോന്നും പുള്ളിയുടെ നേരെ വരുന്നുണ്ടായിരുന്നു. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ്റെ ഇടത് ചിറക് മുഴുവൻ പൂർണ്ണമായിട്ടും നശിച്ചു പോയി. ഡ്രാഗൺ കിങ്ങിനെ പോലെ തന്നെ ജിനു കുറച്ചധികം വെപ്പൺസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത സെക്കൻഡ് തന്നെ പുള്ളിക്കാരൻ അതെല്ലാം നമ്മുടെ ഡ്രാഗൺ കിങ്ങിൻ്റെ നേരെ വിടുന്നുണ്ട്. പുള്ളിയാട്ടെ അത് ഡിഫെൻഡ് ചെയ്യാനായിട്ട് പുള്ളിക്കാരൻ ഡ്രാഗൺ ബ്രത്ത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടെ ഒരു ക്ലാഷ് ഉണ്ടാവും. ആ ക്ലാഷ് ഒട്ടും നിസ്സാരമല്ലായിരുന്നു. ഭയങ്കര വലിയൊരു എക്സ്പ്ലോഷൻ അവിടെ സംഭവിക്കുകയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിനുവിനാണ്. ജിനുവിൻ്റെ ശരീരം പൂർണ്ണമായിട്ട് നശിച്ചിട്ടുണ്ട്. പതുക്കെ തൻ്റെ ശരീരം പൊടിഞ്ഞ് ജിനു തന്നെ ഹ്യൂമനോഡ് ഫോമിലേക്ക് മാറി താഴെ മുട്ടുകുത്തി വീഴുന്നുണ്ട്. അപ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്നത്, സോ ഇത്രയും സ്ട്രെങ്ത് ഈ കുറച്ച് നേരത്തേക്ക് വേണ്ടിയാണോ നീ അത് യൂസ് ചെയ്തത്? നിന്റെ പവർ അത് നന്നായിട്ട് തന്നെ ഡ്രെയിൻ ചെയ്യുന്നുണ്ടല്ലേ? അതുകൊണ്ട് ഞാൻ അവസാനമായി നിന്നോട് ചോദിക്കുവാണ്, നീ എൻ്റെ കൂടെ കൂടുന്നുണ്ടോ? പതുക്കെ ജിനു അവിടുന്ന് എഴുന്നേറ്റിട്ട് പറയുന്നുണ്ട്, ഞാൻ ഒരിക്കലും നിന്നെപ്പോലത്തെ മോൺസ്റ്ററുമായിട്ട് കൂടത്തില്ല. ഈ ഒരു സമയത്ത് തന്നെ ഡ്രാഗൺ കിങ് പുള്ളിക്കാരെ കയ്യിൽ നിന്നൊരു സോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് പറയുന്നുണ്ട്, നീ അല്ലെങ്കിൽ ഒരു മണ്ടൻ തന്നെയാണ്. അങ്ങനെ അവർ തമ്മിലുള്ള ഫൈറ്റ് വീണ്ടും അവിടെ തുടങ്ങുവാണ്. ഈ ഒരു സമയത്ത് ഡ്രാഗൺ കിങ് പറയുന്നുണ്ട്, അവസാനം നിനക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ ഒന്നും തന്നെ കാണത്തില്ല. നമ്മളിപ്പോൾ ഇവിടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് മോണാർക്കും ബാക്കിയുള്ള എൻ്റെ ആർമിയും കൂടെ നീ പ്രൊട്ടക്ട് ചെയ്യുന്ന എല്ലാം തന്നെ നശിപ്പിക്കുന്നുണ്ട്. ശരിയാണ്, നീ മരണത്തിൻ്റെ രാജാവായിരിക്കാം. പക്ഷേ മനുഷ്യർക്ക് മരണത്തിനോടുള്ള പേടി ഒരിക്കലും നിനക്ക് മായ്ച്ചു കളയാൻ സാധിക്കത്തില്ല. എൻ്റെ തീ കൊണ്ട് നിൻ്റെ മരണത്തിനെ വരെ ഞാൻ ചുട്ടു ചാമ്പലാക്കും. ഉടനെ തന്നെ നീ പ്രൊട്ടക്ട് ചെയ്യാൻ നിൽക്കുന്ന എല്ലാം തന്നെ മരിക്കുന്നതായിരിക്കും. പിന്നെ നിനക്ക് ഈ ഭൂമിയിൽ പ്രൊട്ടക്ട് ചെയ്യാൻ ഒന്നും തന്നെ കാണത്തില്ല. ഈ ഒരു സമയത്ത് പുള്ളിക്കാരൻ അറ്റാക്ക് ചെയ്തിട്ട് ജിനുവിൻ്റെ ഒരു ഡാഗർ മുകളിലേക്ക് വിടുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ആഷ്ബിൻ്റെ പവർ കിട്ടിയതല്ലേ നിനക്ക്? അപ്പം ഈ ഭൂമിയുടെ ചുറ്റിനുള്ള നിലവിളികൾ നിനക്ക് കേൾക്കാൻ സാധിക്കുമല്ലോ, മരണം നിനക്ക് കാണാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരൻ്റെ ശരീരത്തേക്ക് ഒരു വാൾ അങ്ങോട്ട് കുത്തിയിറക്കും. എന്നിട്ട് ചവിട്ടി ദൂരത്തേക്ക് ഇട്ടിട്ട് പറയുന്നുണ്ട്, ഇത് യുദ്ധമാണ്. നീ രക്ഷിക്കാൻ നോക്കുന്ന ഈ മനുഷ്യരുടെ ശരീരമെല്ലാം എൻ്റെ ആർമിയുടെ കാലിൻ്റെ താഴത്ത് കിടന്ന് മരിക്കാൻ പോകുന്നതാണ്. അവരുടെ വേദന നിനക്ക് അറിയാൻ സാധിക്കുന്നില്ലേ? അവരുടെ നിലവിളി നിനക്ക് കേൾക്കാൻ സാധിക്കുന്നില്ലേ? അവരുടെ ജീവനും കൊണ്ട് പിടയുന്നത് നിനക്ക് നന്നായി തന്നെ മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ഞാൻ വീണ്ടും പറയുവാണ്, നീ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കുന്ന ഈ ഒരു ഹ്യൂമാനിറ്റി ഉടനെ തന്നെ നിശബ്ദമാവുന്നതായിരിക്കും. നീ എടുത്ത ആ ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അത് നീ ഉടനെ തന്നെ റിഗ്രറ്റ് ചെയ്യാൻ പോകുന്നതായിരിക്കും. ഏറ്റവും അവസാനം ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും റിഗ്രറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നീ തന്നെ ആയിരിക്കും. ഈ ഒരു സെക്കൻഡ് ജിന്നുവിൻ്റെ ഒരു ഡാഗർ ഉണ്ടായല്ലോ, അത് നേരത്തെ തെറിച്ചു പോയത്, അത് നമ്മുടെ ഡ്രാഗൺ കിങ്ങിൻ്റെ പുറകിൽ പുള്ളിക്കാർ റൂളേഴ്സ് അതോറിറ്റി യൂസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. ജിന്നു അപ്പോൾ അവിടുന്ന് ഡോഡ്ജ് ചെയ്ത് മാറുന്നുണ്ട്. പക്ഷേ ആ ഒരു ഡാഗറിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല എന്നുള്ളതാണ് സത്യം. അത് കൊള്ളാം. നീ എന്താണ് വിചാരിച്ചത്? ഒരു ഡ്രാഗൻ്റെ ശരീരം കൊണ്ടുണ്ടാക്കിയ ഹീറോ ഡാഗർ ഒരു ഡ്രാഗൺ കിങ്ങിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്നതാണോ? അതെന്തായാലും കൊള്ളാം. അല്ല, എല്ലാം തന്നെ കൊള്ളാം. കാര്യം നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഈ ഒരു വാർ എന്ന് പറയുന്നത് തന്നെ വളരെയധികം ഫണ്ണിയാണ്. ഡാർക്ക്നെസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു തീയും ലൈറ്റിൽ നിന്ന് ക്രിയേറ്റ് ചെയ്ത ഒരു ഡാർക്ക്നെസ്സും തമ്മിലാണ് ഈ ഒരു യുദ്ധം ഇപ്പോൾ നടക്കുന്നത്. എന്തായാലും ഈ ഒരു യുദ്ധം അതിൻ്റെ അവസാനത്തെ സ്റ്റേജിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിയാണ്, എനിക്കും അവസാനം കാണാൻ സാധിക്കുന്നുണ്ട്. സോ നിനക്ക് മനസ്സിലായില്ലേ,
നിൻ്റെ മൂമെൻറ്റ്സ് കൊണ്ട് ഒന്നും തന്നെ ചെയ്യാൻ പറ്റത്തില്ലെന്ന്. ഇത് കേട്ടതിന് ജിന്നു അവൻ്റെ നേരെ ഓടി വരുന്നുണ്ട്. അപ്പോൾ ഡ്രാഗൺ കിങ് പറയുന്നുണ്ട്, എനിക്കെന്തായാലും എൻ്റെ ആർമിയൊന്നും വേണ്ട നിന്നെ ഡിഫീറ്റ് ചെയ്യാനായിട്ട്, ഞാൻ തന്നെ മതി നിൻ്റെ തല കൊയ്യാനായിട്ട്. അപ്പോൾ ജിന്നു പറയുന്നുണ്ട്, നിനക്കറിഞ്ഞൂടെ സൂര്യൻ ഇരുട്ടിനെ ശക്തിപ്പെടുത്തും. അടുത്ത സെക്കൻഡ് ജിൻവുവും പുള്ളിക്കാരൻ്റെ കുറേ അധികം ഷാഡോസും കൂടെ നമ്മുടെ ഡ്രാഗൺ കിങ്ങിനെ പിടിച്ചു വെക്കുന്നുണ്ട്. പുള്ളിക്കാരൻ ദേഷ്യം കൊണ്ട് കിടന്ന് കാറുന്നുണ്ട്, ഇവിടെ നായെ, നിന്നെ ഞാൻ ഉറപ്പായിട്ടും കൊന്നിരിക്കും, നിന്നെപ്പോലത്തെ നായകളുടെയൊക്കെ അവസാനം എന്താണെന്ന് ഞാൻ ഉറപ്പായിട്ടും കാണിച്ചിരിക്കും. എന്നാൽ പെട്ടെന്ന് ജിന്നു ഒരു ഡാഗർ എടുക്കുന്നുണ്ടായിരുന്നു. ആ ഒരു ഡാഗർ അവൻ്റെ കറണ്ട് സ്റ്റേറ്റ്, അവൻ്റെ അച്ഛൻ്റെ സ്റ്റേറ്റ്, ആഷ് ബോണ്ട് സ്റ്റേറ്റ്, അവൻ പണ്ടത്തെ സ്റ്റേറ്റ് എല്ലാം റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ ഡ്രാഗൺ കിങ്ങിനെ ഒരു അറ്റാക്ക് അങ്ങോട്ട് ചെയ്യും. ഡ്രാഗൺ കിങ് രണ്ടായിട്ട് മുറിഞ്ഞു പോകുന്നുണ്ട്. എന്നിട്ട് ജിന്നു ചോദിക്കുന്നുണ്ട്, എൻ്റെ സംശയം അതല്ല, അവസാനം നിനക്ക് കാണാൻ സാധിക്കുമെന്നാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡാഗർ കാണിക്കുന്നുണ്ടായിരുന്നു. അത് അവൻ്റെ അച്ഛൻ്റെ ഡാഗറായിരുന്നു. പെട്ടെന്നായിരുന്നു ആകാശം മുഴുവൻ പൊട്ടിപ്പൊളിയാൻ തുടങ്ങിയത്. അങ്ങനെ ആകാശം മുഴുവൻ പൊട്ടിപ്പൊളിഞ്ഞുകൊണ്ട് നമ്മുടെ ഡ്രാഗൺ കിങ് രണ്ടായിട്ട് മുറിഞ്ഞിട്ടുണ്ട്. നിനക്കെന്നെ കിട്ടി, പക്ഷേ ഇത് ഇമ്പോസിബിളാണ്. ഇതെനിക്കൊരിക്കലും വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ആദ്യം ഇവിടേക്ക് വന്നപ്പോൾ എനിക്കിവിടെ ഗേറ്റൊന്നും കാണാനും സാധിച്ചില്ല. രണ്ട് റിലംസ് തമ്മിൽ കൂട്ടിമുട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ എനോർമസ് അല്ല എനർജി വേണം. സോ എങ്ങനെയാണ് റൂളേഴ്സിൻ്റെ ആർമി ഇവിടേക്ക് വന്നത്? ഞാൻ ആദ്യം വിചാരിച്ചത് നീ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് നമ്മുടെ ഫൈറ്റ് ആരും തന്നെ ഇൻറപ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണെന്നാണ്. പക്ഷേ നീ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ? നമ്മുടെ ഫൈറ്റിൻ്റെ ആ ഒരു ഫോഴ്സ് കൊണ്ട് തന്നെ നീ സ്പേസിൽ ഒരു ടിയർ ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ നിൻ്റെ ആലൈസിനെ, പുറത്തുള്ള ആലൈസിനെ നീ ഇവിടേക്ക് വിളിച്ചു. പക്ഷേ അതെങ്ങനെ സാധ്യമാകും? നിനക്ക് റൂളേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരു വഴിയുമില്ലല്ലോ. ഉണ്ട്, ഒരു വഴിയുണ്ട്. റൂളേഴ്സിൻ്റെ വെസൽസ് അവർക്ക് പറ്റുന്നതിലും അപ്പുറമാണ് അവരിപ്പോൾ ബോറോ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവർ ഈ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അങ്ങനെയാണല്ലേ നീ റൂളേഴ്സിൻ്റെ വെസൽസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഈ ഒരു സ്ഥലത്ത് തന്നെ നീ ഒരു എക്സാലുള്ള ഗേറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള എല്ലാ പോസിബിലിറ്റിയും റെഡിയാക്കി വെച്ചു. നീ ഈ ഫൈറ്റ് തോറ്റെങ്കിലും ഈ യുദ്ധം ചെയ്യാനുള്ള വഴി നീ കണ്ടുപിടിച്ചിരുന്നു. സോ ഇതെൻ്റെ ഫെയിലിയർ തന്നെയാണ്. ഞാനൊരിക്കലും ഇത് കണ്ടില്ല, ഇതെൻ്റെ തോൽവി തന്നെയാണ്. അതിനു മുമ്പ് ഒരു കാര്യമുണ്ട്, നീയല്ലേ ശരിക്കും മോണാർക്ക് ഓഫ് ദി വൈറ്റ് ഫ്ലെയിംസിനെ, മോണാർക്ക് ഓഫ് ദി ഫാങ്സിനെ, ഷാഡോ മോണാർക്കിനെ അറ്റാക്ക് ചെയ്യാനുള്ള ഉത്തരവ് കൊടുത്തത്? നിന്നോട് ആര് പറഞ്ഞു? വൈറ്റ് ഫ്ലെയിംസ് ആണോ നിന്നോടത് പറഞ്ഞത്? പിന്നെ കാണിക്കുന്നത് ആ ഒരു ഫ്ലാഷ് ബാക്കാണ്. അതായത് ആഷ്ബോണിനോട് നമ്മുടെ മോണാർക്ക് ഓഫ് ദി ഫ്ലെയിംസ് പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, അത് ഇതുവരെ ക്ലിയർ അല്ലായിരുന്നു. അപ്പോഴാണ് ജിനു പറയുന്നത്, ആഷ്ബോൺ നിനക്കുള്ള റിഗാർഡ്സ് തരാൻ പറഞ്ഞിരുന്നു, ദാ പിടിച്ചോ. ഇത് കണ്ടത് നമ്മുടെ ഡ്രാഗൺ കിങ്ങിന് ദേഷ്യം വന്നിട്ട് ജിനുവിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിലും പെട്ടെന്നായിരുന്നു അവൻ കണ്ണടച്ച് തോർക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ കുറേ അധികം ആർമീസ് അവൻ്റെ ശരീരത്തേക്ക് കുറേ അധികം സ്പേസ് കുത്തി ഇറക്കിയിരുന്നു. പുള്ളിക്കാരന് ഒന്നും തന്നെ ചെയ്യാൻ പറ്റുന്നില്ല. പുള്ളി മുകളിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു ഗ്രേറ്റസ്റ്റ് ഫ്രാഗ്മെൻറ്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് അവിടേക്ക് വന്നിട്ടുണ്ട്. ഈ ലോകമെന്നും പ്രകാശത്തിൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ആദ്യം മുതൽ തന്നെ എനിക്കിവിടെ ജയിക്കാൻ ഒരു വഴിയുമില്ലായിരുന്നു. ഞാനെന്തായാലും അവിടെ വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. യഥാർത്ഥ ലോകത്ത് എറ്റേണൽ സ്ലംബറിൽ നിനക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും. അവിടെ നമ്മൾ എന്തായാലും ഇനിയും കണ്ടുമുട്ടും. നീ പേടിക്കണ്ട, അതിന് അധിക സമയമൊന്നും വേണ്ടി വരത്തില്ല. അങ്ങനെ നമ്മുടെ ഡ്രാഗൺ കിങ് മരിച്ചിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഗ്രേറ്റസ്റ്റ് ഫ്രാഗ്മെൻറ്റ് ഓഫ് ദി ബ്രില്യൻ ലൈറ്റ് ജിനുവിനെ തേടി വന്നു എന്നിട്ട് പറയുന്നുണ്ട്, നീ ഞങ്ങളുടെ യുദ്ധം അവസാനിപ്പിച്ചു. എനിക്കറിഞ്ഞൂടാ നിനക്ക് എങ്ങനെയാണ് ഞങ്ങൾ നന്ദി പറയേണ്ടതെന്ന്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് റിക്വസ്റ്റ് ഉണ്ട്. റിക്വസ്റ്റോ? അതെ, ആ റിക്വസ്റ്റ് നിനക്ക് മാത്രമേ സാധിച്ചു തരാനും പറ്റത്തുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ ഇത് പറഞ്ഞോളൂ. എൻ്റെ ശക്തിയിൽ ചെയ്യാൻ പറ്റുന്ന എന്താണെങ്കിലും ഞാനത് നിനക്ക് വേണ്ടി ചെയ്തു തന്നെയായിരിക്കും. അത് ഒരു തവണ കൂടെ നിങ്ങൾക്ക് കപ്പ് ഓഫ് റെയിൻകാർണേഷൻ യൂസ് ചെയ്യാൻ സാധിക്കുമോ? ഇത് കേൾക്കാൻ നേരത്ത് എല്ലാവരും ഞെട്ടുന്നുണ്ട്. നീ എന്താണ് ഈ പറയുന്നത്? കപ്പ് ഓഫ് റെയിൻകാർണേഷൻ യൂസ് ചെയ്ത് സമയം ഒന്നുകൂടെ ബാക്കിലേക്ക് കൊണ്ടുപോകണമെന്നാണോ? അത് തന്നെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഗോഡ്സിനും അവരുടെ കോൺഷ്യസ് തിരിച്ചു കിട്ടുന്നതായിരിക്കും. അവർക്ക് എല്ലാം തന്നെ ഓർമ്മയുണ്ടാകുന്നതായിരിക്കും. നീ ചെയ്തതെല്ലാം വെറുതെ ആയിപ്പോവും. അതൊന്നും കുഴപ്പമൊന്നുമില്ല. അതെല്ലാം ഞാൻ തന്നെ നോക്കിക്കോളാം. മൊണാർക്സിനെയും ഡയമെൻഷൽ റിഫ്റ്റിനെയും എല്ലാം തന്നെ ഞാൻ നോക്കിക്കോളാം. അതുകൊണ്ട് എർത്തിലേക്ക് നിങ്ങൾ ആരും തന്നെ വരണ്ട. എർത്തിനെ നിങ്ങൾ സഫർ ചെയ്യേണ്ട കാര്യവുമില്ല. നീ ഒറ്റയ്ക്ക് ഈ യുദ്ധം ചുമക്കാൻ പോകുവാണോ? എന്തിനാണ് അത്ര ദൂരെ നീ പോകുന്നത്? നിനക്കൊരു കാര്യം അറിയാമല്ലോ, ഞങ്ങൾ ഇതിനു മുമ്പ് പലതവണ ഈ ഒരു കപ്പ് ഓഫ് റീഇൻകാർണേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ എല്ലാത്തിൻ്റെ ഭവിഷ്യത്ത് അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഈ ഒരു യുദ്ധത്തിൽ കുറേ പേർ മരണപ്പെട്ടിരിക്കുന്നു. അവരെല്ലാവരെയും എനിക്ക് തിരിച്ചു കൊണ്ടുവരണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം പറയാം, കപ്പ് ഓഫ് റീഇൻകാർണേഷൻ ഉടനെ തന്നെ എക്സ്പയർ ആകുന്നതായിരിക്കും. ഈ ഒരു വട്ടം മാത്രമേ നിനക്കത് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഇനി ഒരിക്കലും നിനക്ക് സമയത്തിൻ്റെ പുറകിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല. നീ ഒരു ഹീറോ ആണ്, മോണാക്സിൻ ഇൻവേഷൻ തടഞ്ഞൊരു ഹീറോ. നിനക്കത് എല്ലാം തന്നെ ഓർമ്മയാണ്. പക്ഷേ
നീ ബാക്കിലേക്ക് പോയി കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് പോലും അതിനെക്കുറിച്ച് ഒന്നും തന്നെ ഓർമ്മ കാണത്തില്ല. അതുമല്ല, ഇത്തവണ നീ പോയി ഫെയിലായി കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്കത്, എന്നിട്ടും നിനക്ക് ബാക്കിലേക്ക് പോകണമെന്ന് തന്നെയാണോ? ജിനു പതുക്കെ തൻ്റെ കണ്ണുകൾ അടച്ചിട്ട് തൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാവരെയും ഒന്ന് ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, അതെ. അപ്പം തന്നെ പുള്ളിക്കാരൻ പറയുന്നുണ്ട്, നീ ഒരു യുദ്ധം ഒറ്റയ്ക്കാണ് ചുമക്കാൻ പോകുന്നത്. നിൻ്റെ ഈ ഇത് കണ്ടിട്ട് എനിക്ക് നിൻ്റെ പണ്ടത്തെ ആളെ ആശുബോണയാണ് ഓർമ്മ വരുന്നത്. നിങ്ങളെല്ലാവരും ഒരേപോലെ തന്നെയായിരുന്നു. എന്തായാലും ഞാൻ നിനക്ക് വിഷ് നേരുന്നു. അല്ല, ഒരു മിനിറ്റ്, എൻ്റെ സോൾജേഴ്സിന് എന്നാ പറ്റും? എൻ്റെ ഷാഡോ സോൾജേഴ്സിനെ ടൈമോട്ട് കോൺഫ്ലിക്റ്റ് ആകാത്തവർ എല്ലാവരും അവർ തന്നെ കാണും. കോൺഫ്ലിക്റ്റ് ആകുന്നവർ പെരിഷാകുന്നതായിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ റെഡിയാണ്. എന്നിട്ട് പുള്ളിക്കാരൻ തൻ്റെ കപ്പ് ഓഫ് റീഇൻകാർണേഷൻ അവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്. എന്നിട്ട് പുള്ളിക്കാരൻ അത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഭൂമി മുഴുവൻ ഒരു വെളിച്ചം വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ചാപ്റ്റർ 177 ഇവിടെ അവസാനിക്കുന്നത്. ഇനി എന്ത് സംഭവിക്കണം എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. കാര്യം നാളെ തന്നെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. പിന്നെ ഒരു കാര്യം, ഇനി 2 ചാപ്റ്റേഴ്സും കൂടി 179 മുതൽ ഒഫീഷ്യലി ചാപ്റ്റർ എൻഡ് ആവുന്നതായിരിക്കും. പക്ഷേ സോളോ ലെവലിങ്ങിന് 200 ചാപ്റ്റേഴ്സ് ഉണ്ട്. അതിനർത്ഥം ബാക്കിയുള്ളതൊക്കെ ഇതിൻ്റെ അകത്ത് സൈഡ് സ്റ്റോറീസ് ആണ്. അത് എന്തായാലും നിങ്ങൾ കണ്ടിരിക്കണം. കാര്യം അതിനകത്ത് പല കാര്യങ്ങൾ പറഞ്ഞു പോകുന്നുണ്ട്.